ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ റിയൽമിയുടെ പുതിയൊരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. റിയൽമി C75 എന്ന് പറയുന്ന ഒരു ഫോൺ. ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 13,000 ആണ്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ HD+ IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 13,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണില് HD+ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അത് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ 13,000 രൂപയ്ക്ക് ഇപ്പോഴും നോച്ച് വെച്ച് ഇറക്കുന്ന ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷെ ഈ ഒരു ഫോണിൽ 5 ഹോൾ കൊടുത്തിട്ടുണ്ട്, അത് നല്ല കാര്യം. പിന്നെ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ ഇറങ്ങുന്ന മിക്ക ഫോൺസിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ കളർ വേരിയൻസ് നോക്കുകയാണെങ്കിൽ ലില്ലി വൈറ്റ്, മിഡ് നൈറ്റ് ലില്ലി, പർപ്പിൾ ബ്ലോസം എന്ന 3 കളർ വേരിയൻസ് ആണ് വരുന്നത്. കളർ വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വൈറ്റ്, ഡാർക്ക് ഗ്രീന്, ലാവൻഡർ, ഇതാണ് കളർ. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4GB 120GB 6GB 128 എന്ന 2 വേരിയൻസ് ആണ് ഉള്ളത്. പിന്നെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്ന് പറയുന്ന ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റീരിയോ സ്പീക്കർ അല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലെ ഫോണാണ്, കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. ഇനി പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ MediaTek Dimensity 6000 എന്ന് പറയുന്ന പ്രൊസസറാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ യൂസർ ആണെങ്കിൽ ഈ ഒരു പ്രൊസസർ ഓക്കെയാണ്. ഇതൊരു ഗെയിമിംഗ് ഫോണൊന്നുമല്ല. ഈ MediaTek Dimensity 6300 എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ടുള്ള മിക്ക ഫോൺസിലും ഹീറ്റിംഗ് ഇഷ്യൂ, ബാറ്ററി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതൊരു ഹെവി യൂസിന് പറ്റിയ ഒരു ഫോണല്ല. ഒരു നോർമൽ യൂസിനാണെങ്കിൽ ഓക്കെ. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഫോണൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് ഡിമെൻസിറ്റി അല്ലാതെ സ്നാപ്ഡ്രാഗന്റെ ഫോൺസ് വേണമെങ്കിൽ സ്നാപ്ഡ്രാഗൺ 601, സ്നാപ്ഡ്രാഗൺ 695 ഈ പ്രൊസസ്സറൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പല ഫോൺസും ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പ്രൊസസ്സർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് അത്ര നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു പ്രൊസസ്സർ അല്ല. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് വരുന്ന വേറെ ഫോൺസ് അവൈലബിൾ ആണ്. ഇത് ഒരു ആവറേജ് ക്യാമറ എന്ന് പറയാം. കാരണം 13,000 ആണ് പ്രൈസ് വരുന്നത് ഈ ഒരു ഫോണിന്. ബാറ്ററി കാര്യം നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്, കുഴപ്പമില്ല. ഇനി ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB 120GB പ്രൈസ് വരുന്നത് 12,999 ആണ്. അതുപോലെ 6GB 128GB പ്രൈസ് വരുന്നത് 13,999 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം അണ്ടർ 15,000 വേറെ ഒരുപാട് ഫോൺ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ പോയി എടുക്കാത്തതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ഫോൺ ഓഫ്ലൈൻ മാർക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ അറിയാമല്ലോ, അറിയാത്തവരാണെങ്കിൽ പോയി പെടും, ഉറപ്പാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ HD+ ഡിസ്പ്ലേ ആണ്. അതുപോലെ ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കർ അല്ല, സിംഗിൾ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ വൈസ് ഇത്ര വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോൺ അല്ല ഇത്. കാര്യം ഇതിനേക്കാൾ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരുപാട് ഫോൺ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. iQ EZ9X, Moto G35, റിയൽമിയുടെ തന്നെ റിയൽമി P1, റിയൽമി P3X. ഇതൊക്കെ അത്യാവശ്യം നല്ല ബെറ്റർ പെർഫോമൻസും അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ഫോൺസ് ആണ്. ഒരു അണ്ടർ 15K ഈ ഒരു ഫോൺസ് ഒക്കെ അത്യാവശ്യം നല്ല ഫോൺസ് ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോൺ വേസ്റ്റ് ആണ്. പോയി തലവയ്ക്കാത്തതായിരിക്കും നല്ലത്. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഒരു കാലത്ത് ബഡ്ജറ്റ് സെഗ്മെന്റ് റെഡ്മി, റിയൽമി നല്ല ഫോൺസ് ഇറക്കിയിരുന്നു. എന്നാൽ ഇന്ന് എന്തിനോ വേണ്ടി കുറെ ഫോൺസ് ഇറക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഫോണാണ് ഈ റിയൽമി C75 എന്ന് പറയുന്ന ഈ ഒരു ഫോണും. കാര്യം ഒരു 30,000 പ്രൈസ് റേഞ്ചിന് വേണ്ട ഒരു സാധനവും ഈ ഒരു ഫോൺ കൊടുത്തിട്ടില്ല. എന്തിനോ വേണ്ടി ഇറക്കിയ ഒരു ഫോൺ. പിന്നെ ഇത് ഓഫ്ലൈൻ മാർക്കറ്റിലായതുകൊണ്ട് എന്തായാലും വാങ്ങാൻ ആരെങ്കിലും ഒക്കെ കാണും. അറിയാത്തവരൊക്കെ പോയി വാങ്ങിക്കും, പെടും, ഉറപ്പാണ്. കാരണം ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസർ എന്ന് പറയുന്നത് MediaTek Dimensity 6300 എന്ന് പറയുന്ന പ്രൊസസറാണ്. ഈ ഒരു പ്രൊസസറുള്ള മിക്ക ഫോൺസിലും നല്ല ഹീറ്റിംഗ് ഇഷ്യൂ, ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഒരു പെർഫോമൻസ് വൈസ് അത്ര ഒരു ബെറ്റർ ഫോൺ അല്ല ഈ ഒരു ഫോൺ. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എത്രയോ ഫോൺസ് ഉണ്ട്. റിയൽമി ഒക്കെ ഇപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി ഫോൺസ് ഇറക്കുന്നത് കുറവാണ്. കൂടുതലും ഓവർ പ്രൈസ്ഡ് ആണ് മിക്ക ഫോൺസ്. അതിലൊരു ഫോൺ തന്നെയാണ് ഇതും. കാര്യമായിട്ടൊന്നുമില്ല ഈ ഒരു ഫോണിൽ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുക്കാം. അല്ലെങ്കിൽ വേറെ നല്ല ഫോൺ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക.